വിഴിഞ്ഞം എങ്ങനെയാണ് പദ്ധതി ഉണ്ടായത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവിടെയും ഉദ്ഘാടന സമയത്ത് ഒരു ക്രെഡിറ്റ് തർക്കം കാണുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ പോലും വെക്കാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ അവിടെ ഒരു ക്രെഡിറ്റ് നൽകുന്നതിന് പോലും വലിയൊരു വൈമനസ്യം അല്ല, കാണുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ? കൃത്യമായി ആരൊക്കെ വേണം പ്രസംഗിക്കാൻ എന്നുള്ളത് തീരുമാനമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പറയാത്ത എല്ലാവരും വിളിച്ചു. ഇപ്പം കരൺ അദാനി അദ്ദേഹം പ്രസംഗിച്ചപ്പോഴൊക്കെ ആരുടെ പേര് പറഞ്ഞു? എൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞു. കരൺ അദാനി അന്ന് പ്രസംഗിപ്പിച്ചിട്ടില്ല. ബാക്കി എല്ലാ സമയത്തും പുള്ളി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയും. പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി അത് ഈ സർക്കാരിൻ്റെ മുഖമുദ്രയാണ്. അത് കൊച്ചി മെട്രോയുടെ കാര്യം പറയുന്നു, ഇവർ നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്. നടപ്പിലാക്കാൻ എത്ര സമയം കിട്ടി? കിട്ടിയത് 3 മാസമാണേ. മെയിൽ അധികാരത്തിൽ കയറിയവർ സെപ്റ്റംബറിൽ ഉദ്ഘാടനം നടത്തിയോ? അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം പണി ചെയ്തു? അപ്പോൾ പണി ചെയ്യാതെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത്, ചില ഉഴപ്പം കുട്ടികളുടെ ഒരു രീതിയുണ്ടോ സ്കൂളിൽ? ഇപ്പോൾ അവസാനം എന്തെങ്കിലും ഒരു അവസരം കിട്ടും, അപ്പം മോണിറ്ററാവും, അതിൻ്റെ അങ്ങനെയുള്ള ചില തരികിട പരിപാടിയായിട്ട് നടക്കുന്ന അതേ പരിപാടിയാണ് സർക്കാർ കാണിക്കുന്നത്. എന്നിട്ട് പേര് പിന്നെ ആരെയും പറയാൻ പാടില്ല. അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് അന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല ആ പരിപാടിക്ക്. അങ്ങനെ വളരെ ഒരു ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് എല്ലാ ക്രെഡിറ്റും വേണം, പക്ഷെ ഞങ്ങളൊരു പണിയും സമ്മതിക്കത്തില്ല എന്നുള്ളൊരു അപ്രോച്ചുമായി നടക്കുന്ന ഇടതുപക്ഷം ഇപ്പോൾ നോക്കിയോ, ഒരു 2 മാസം കഴിയുമ്പോൾ ഇവിടെ സമരങ്ങളുടെ പരമ്പരയായിരിക്കും. രാവിലെ തൊട്ട് സമരമായിരിക്കും. അന്നത്തെ മുഖ്യമന്ത്രിയെ ഇതേപോലെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കെ കരുണാകരനോട് ചെയ്തു, കെ ആന്റണിയോട് ചെയ്തു, ഉമ്മൻചാണ്ടിയോടും ചെയ്തു. ഈ 3 മുഖ്യമന്ത്രിമാരോടും ചെയ്തത് കേരളം കണ്ടിട്ടുണ്ട്. കെ കരുണാകരൻ കൊണ്ടുവന്ന നെടുമ്പാശ്ശേരി, ആ നെടുമ്പാശ്ശേരിക്കെതിരെ എന്തൊക്കെ ആരോപണം പറഞ്ഞു. ഇവിടെ ഈ നഗരത്തിലാണല്ലോ നമ്മളുള്ളത്. ഇവിടുത്തെ സ്റ്റേഡിയം കെ കരുണാകരൻ കൊണ്ടുവന്നേ, ആ സ്റ്റേഡിയത്തിൻ്റെ പേരിൽ എന്തൊക്കെ ആരോപണം പറഞ്ഞു. അവസാനം എന്തായി? ക്രെഡിറ്റ് എടുക്കാനായി അപ്പോഴും വന്നു. ഭരണമാറ്റം ഉണ്ടാവുമെന്ന് താങ്കൾ ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കാമല്ലോ, ജനം തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ ഇപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ വീണ ജോർജ് മിനിസ്റ്ററിൻ്റെ പേരിലുള്ള സമരം എന്താ? അവർക്കുള്ള ഫ്രസ്ട്രേഷനാണ്. ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടപ്പോഴുള്ള ഫ്രസ്ട്രേഷൻ്റെ ഫലമാണ് ഈ സമരങ്ങളെല്ലാം. അപ്പോൾ പരാജയത്തിലേക്ക് അവർ കാൽ വെച്ച് കഴിഞ്ഞു.